ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, മലയിലെ പ്രസംഗത്തിൽ ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഉത്തരം അതെ എങ്കിൽ അതെ എന്നും അല്ല എങ്കിൽ അല്ല എന്നുമായിരിക്കട്ടെ. ഇതിനപ്പുറത്തു നിന്ന് വരുന്നത് ദുഷ്ടനിൽ നിന്നും വരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ പ്രശ്നവും. നമുക്ക് നിലപാടുകളില്ലാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും തിന്മയുടെ പക്ഷം കുറേ കൂടി സ്ട്രോങ് ആണെങ്കിൽ, പ്രബലരാണെങ്കിൽ, പ്രമാണികളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന നിലപാട് നന്മയോടൊപ്പമാകണമെന്നില്ല, മറിച്ച് തിന്മയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കാനാണ് പൊതുവെ താല്പര്യം. കാരണം എന്താ? ഭയമാണ്. ഞാൻ അവരോടൊപ്പം നിന്നില്ലെങ്കിൽ നാളെ എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളത് ഓർത്തുകൊണ്ട് നാം എടുക്കുന്നൊരു നിലപാട്. അത് ജീവിതത്തിൻ്റെ വലിയ ഒരു ദുരന്തമാണ് എന്ന് ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും? ആണയിടും. ദൈവത്തെ കൊണ്ട് ഞാൻ ദൈവത്തെ പിടിച്ച് സത്യം പറയുമ്പോഴറിയാം അത് പറയണത് തെറ്റാണെന്ന്. എന്നിട്ട് പറയും ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ഇടാം. അല്ലെങ്കിൽ പറയും ഞാൻ എൻ്റെ മക്കളെ തൊട്ട് സത്യം ചെയ്യാം. അല്ലെങ്കിൽ പറയും ഞാൻ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യാം. ക്രിസ്തു പറയുകയാണേ, ഇതൊക്കെ പറയാൻ നിനക്ക് എവിടെ നിന്ന് അധികാരം? ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യാൻ ദൈവം എന്താ നിൻ്റെ കളിപ്പാവയാണ്? ഇതാണ് ചോദ്യം. നിൻ്റെ മക്കളെ കൊണ്ട് നീ സത്യം ചെയ്യണമെന്ന് പറയുമ്പോൾ മക്കളുടെ മേൽ നിനക്ക് എന്ത് അധികാരമുണ്ട്? ഞാൻ നൽകിയതല്ലാതെ മക്കളെന്ന് പറയാനായിട്ട്. നിൻ്റെ ശിരസിൽ പിടിച്ച് നീ ഇങ്ങനെ ആണയിടുമ്പോൾ കർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, നിൻ്റെ തലമുടി ഇഴ കറുപ്പിക്കാനും വെളുപ്പിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിനക്കില്ല. പിന്നെ നീ എന്തിനെ പിടിച്ച ആണയിടുന്നത്, ശപഥം ചെയ്യുന്നത്? അതുകൊണ്ട് നീ ശപഥം ചെയ്യുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നിൻ്റെ ജീവിതത്തോട് തന്നെ നീ കുറേ കൂടി വിശ്വസ്തത പുലർത്തുന്നവനായിട്ട് മാറുക. അതാണ് നിൻ്റെ വാക്കിൻ്റെ ക്രെഡിബിലിറ്റി എന്നുള്ളതാണ് ക്രിസ്തു പറയുക. അല്ലാതെ നിൻ്റെ വാക്കിൻ്റെ സത്യസന്ധത വെളിപ്പെടുത്താൻ നീ ആരെയും ചാരി നിൽക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ, തൻ്റെ ഇടത്തോടെ നിൽക്കാൻ, ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നിനക്ക് കഴിയുമെന്നുള്ളതാണ്. നീ പറയുന്ന കാര്യങ്ങൾക്കും നിൻ്റെ നിലപാടുകൾക്കും നീ മറ്റുള്ളവരെ ചാരിക്കൊണ്ടും അവർ കൂടെയുണ്ട് എന്ന് കരുതിക്കൊണ്ടും നിലപാടെടുക്കാൻ പോയാൽ അത് വലിയ നഷ്ടക്കച്ചവടമായിട്ട് മാറുമെന്ന് ക്രിസ്തു ശിഷ്യന്മാരെ ക്രിസ്തു പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേയെങ്കിൽ അതേ എന്നും എസ് പറയേണ്ടിടത്ത് എസ് പറയാനും നോ പറയേണ്ടിടത്ത് ഒരു വലിയ നോ പറയാനും നമുക്ക് പറ്റണം. അതല്ലെങ്കിൽ പിന്നീട് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ആരോടാ എസ് പറയേണ്ടത്? ഗിവ് എ ബിഗ് എസ് ടു ദ ലോർഡ്. നിൻ്റെ ദൈവത്തോട് എന്ത് കാര്യം എടുക്കേണ്ടി വരുമ്പോഴും നിൻ്റെ ദൈവം അത് അവനിഷ്ടമാണ്. അത്ര ഓർത്താൽ മതി. ഞാനീ ചെയ്യുന്ന കാര്യം, ഞാനീ പറയുന്ന കാര്യം എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ് എങ്കിൽ ഷുഡ് ഗിവ് എ ബിഗ് എസ്. അതാണ്. അതുപോലെ തന്നെ സാത്താനോടുള്ള നിൻ്റെ നിലപാടിൽ നിൻ്റെ മറുപടി എന്തായിരിക്കണം? എ ബിഗ് നോ എന്നുള്ളതായിരിക്കും. ഇതാണ്, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ നിലപാടുകളും വാക്കുകളും നമ്മളൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ സാത്താൻ്റെ പക്ഷത്ത് നിൽക്കുന്ന അവസ്ഥ വന്നാൽ ഒരു ബിഗ് നോ പറയാനും കർത്താവിൻ്റെ പക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ബിഗ് എസ് പറയാനും നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെങ്കിൽ ആർജവം കാണിക്കണം, തൻ്റെ ഇടം കാണിക്കണം. ഇതാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ മനസ്സിൻ്റെ കരുത്ത്.